എല്ലാവർക്കും ഗുഡ് ഈവനിങ്, നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന ലൈഫ് ടു സ്മൈലിന്റെ കോർഡിനേറ്ററായ മിസ്റ്റർ ഇർഫാത്ത് മായിപ്പാടി, അതുപോലെ തന്നെ ലൈഫ് ടു സ്മൈലിന്റെ എല്ലാ ടീം മെമ്പേഴ്സിനും എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. അപ്പം എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു കൊറോണ കാലമാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന എല്ലാ റൂളുകളും, പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടർ നമുക്ക് ഒരുപാട് റൂളുകൾ തന്നിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പം എന്തായാലും നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെരി ഗുഡ് ഈവനിങ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ് ഈ കരിയർ ട്രെൻഡ്സ് ഇൻ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് സെക്ടേഴ്സ്, പല രീതിയിലുള്ള ജോലി അല്ലെങ്കിൽ തൊഴിൽ സാധ്യതയുള്ള പല സെക്ടറുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഹെൽത്ത് സെക്ടറിനെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിനെ ഇത്രയധികം ഡിമാൻഡ് ഇപ്പോഴും ഉള്ളത്? നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഹെൽത്ത് സെക്ടറിന് ഇത്രയധികം ഡിമാൻഡ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡൈവേഴ്സിഫൈഡ് സെക്ടറാണ്. അതായത് നമുക്ക് ഏത് മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാനും അല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് തിരിഞ്ഞു പോകാനും സാധിക്കുന്ന ഒരുപാട് സ്പെഷ്യാലിറ്റികൾ ഉള്ള ഒരു ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഹെൽത്ത് സെക്ടറിൽ ആയതുകൊണ്ടല്ല ഞാനത് പറയുന്നത്. കാരണം നമ്മൾ പുറമേ നിന്നൊരു വ്യക്തി അത് ചിന്തിച്ചാലും മനസ്സിലാവും. ഏതൊരു മേഖലയിലേക്ക് നമ്മൾ തിരിയുന്നതിന് മുമ്പ് ഹെൽത്ത് സെക്ടറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതൊരു ഡൈവേഴ്സിഫൈഡ് സെക്ടറാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാം തന്നെ കൈവച്ച് അതുപോലെ തന്നെ പഠിച്ചു മുന്നേറി ജോലി നേടാനുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലായാലും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലായാലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഹെൽത്ത് കെയർ സെക്ടറിനുണ്ട്. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ലൈഫ് ടു സ്മൈലിനൊപ്പം ഞാനും നിങ്ങളോടൊപ്പം ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കേൾക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. കാരണം മഴയുടെ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ചെറിയൊരു റേഞ്ച് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വരാം. നമ്മൾ വേറൊരു സെക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ, വേറെ ഏതൊരു സെക്ടറിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈവേഴ്സിഫൈഡ് സെക്ടറാണ് ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങളുടെ കോൺസെപ്റ്റിൽ നമുക്ക് ഡോക്ടേഴ്സും നഴ്സസും മാത്രം അടങ്ങുന്ന ഒരു ഹെൽത്ത് കെയർ ടീമിനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഒരു സിനിമ വിജയിക്കുമ്പോൾ നമ്മൾ അതിന്റെ സംവിധായകരെയും അതിലെ നടനിലൂടെയാണ് ആ സിനിമ അറിയുന്നത്. പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്, ഒരുപാട് ആൾക്കാർ അതിന് പിന്നിൽ, ഒരു സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഡോക്ടേഴ്സും നഴ്സസും കൊടുക്കുന്ന എഫേർട്ടിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ എഫേർട്ട് എടുക്കുന്ന ഒരുപാട് മെഡിക്കൽ ടെക്കീസ്, ഒരുപാട് മെഡിക്കൽ ടെക്നീഷ്യൻസ്മാർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോൺസെപ്റ്റില് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലും അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും നഴ്സുമാരാണെന്ന് മാത്രം ആ ഒരു ചിന്തയിലേക്ക് ഒതുങ്ങി പോകുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ചില ആൾക്കാരെങ്കിലും ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വരാൻ ഒരു ചെറിയ മടി കാണിക്കുന്നത്. അപ്പൊ അത് അല്ലാന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം എന്തുകൊണ്ടാണെന്ന് വെച്ചാലും. അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതൊരു സെക്ടറിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു സർവീസ് ആണ് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ. ഈ കോവിഡ് കാലത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാം, ഒരുപാട് നമുക്ക് വേണ്ടി നിങ്ങൾ പലയിടത്തും കണ്ടു കാണും കൊറോണ വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ പബ്ലിക്കിന് വേണ്ടി വർക്ക് ചെയ്ത് നമ്മളെ വീട്ടിൽ പോയ ഒരുപാട് നഴ്സുമാരും ഒരുപാട് ഡോക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു സമയമാണ് ഈ കൊറോണ സമയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെക്ടറാണ് ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷനെക്കാട്ടി കൂടുതൽ, നമുക്ക് കിട്ടുന്ന സാലറിയെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം, നമുക്ക് ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. സോ അങ്ങനെ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സാമൂഹിക സേവനം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു സെക്ടറാണ് ഈ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് സമ്പാദിക്കാനും പറ്റും. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള
ഹെൽത്ത് കെയർ മെമ്പേഴ്സിനെയാണ് കൂടുതലും പുറം രാജ്യങ്ങളിലേക്കുള്ള ആൾക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു കാണും, ഈ കൊറോണ സമയത്ത് സൗദി മിനിസ്ട്രിയിൽ നിന്നൊക്കെ കേരളത്തിലുള്ള നഴ്സുമാരെ തിരിച്ചു വിളിക്കുകയായിരുന്നു അവർ. എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഹെൽത്ത് കെയർ ടീംസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എഫിഷ്യന്റ് ആണെന്ന് ഈ കൊറോണ കാലഘട്ടവും നമുക്ക് പ്രൂവ് ചെയ്ത് തന്നു കഴിഞ്ഞു. കാരണം നമ്മളുടെ ഒരു ഡെത്ത് റേറ്റും അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് സക്സസ് ഒക്കെ ബാക്കിയുള്ള കൺട്രീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ, നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടത്. ഇറ്റ്സ് എ സെക്ടർ വിച്ച് കംപ്ലീറ്റ്ലി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ പബ്ലിക്. നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാണ്. പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സർവീസ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന സാലറിയെക്കാട്ടി കൂടുതൽ, അല്ലെ, ഒരു പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സ്മൈൽ, നമ്മളൊരു ട്രീറ്റ്മെന്റ് കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് ആ അസുഖം ഭേദമായി അവർ പോകുമ്പോൾ നമുക്ക് ആ പേഷ്യന്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സ്മൈൽ, അവരുടെ അടുത്ത് കിട്ടുന്ന ഒരു ചെറിയ ചിരി മതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറിയെക്കാട്ടിയും നമുക്ക് കിട്ടുന്ന ഒരു എന്തും അവാർഡിനെക്കാട്ടിയും നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അത്തരത്തിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ടാണ്. അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ 2017 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുത്താൽ, 2017 ഒരു കണക്ക് നമ്മൾ എടുത്താൽ, ഏകദേശം ഇന്ത്യയിലെ 4th ലാർജസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടർ ആണ്. അതായത് അവർ പറയുന്നത് 2017 അവർ പറഞ്ഞത് ഏകദേശം 40 മില്യൺസ് ഓഫ് ആൾക്കാർക്ക് വേക്കൻസി ജനറേറ്റ് ചെയ്തിട്ടേക്കാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് വിദേശത്തേക്ക് പോയി ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോയി സെറ്റിൽമെന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഹെൽത്ത് കെയർ സെക്ടറിലൂടെ അതിനുള്ള വഴി ഒരുപാട് കിടപ്പുണ്ട്. അതിപ്പോ ഡോക്ടർ ആവണമെന്നോ നഴ്സ് ആവണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഹെൽത്ത് കെയർ സെക്ടർ ഒരു മൾട്ടി ഡൈവേഴ്സിബിൾ സെക്ടറാണ്. ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് ഡോക്ടേഴ്സിനെ കാണാൻ പറ്റും, സർജന്മാരെ കാണാൻ പറ്റും, നഴ്സ് പ്രാക്ടീഷണേഴ്സിനെ കാണാൻ പറ്റും, അല്ലെ, അതുപോലെ തന്നെ നമുക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിനെ കാണാൻ പറ്റും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലുതായി കിടക്കുന്ന ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ തന്നെ എക്കണോമിയിൽ ഒരു ഭൂരിഭാഗവും നമുക്ക് വരുന്നത് മെഡിക്കൽ ടൂറിസത്തിലൂടെയാണ്. വിദേശത്ത് നിന്ന് നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് മെഡിക്കൽ ടൂറിസം വഴിയാണ്. അതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ തന്നെയാണ് മെഡിക്കൽ ടൂറിസം. അതുപോലെ തന്നെ ടെലിമെഡിസിൻ എന്നൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും ഈ പറയുന്ന മെഡിക്കൽ ടൂറിസം അല്ലെങ്കിൽ ടെലിമെഡിസിൻ അല്ലെങ്കിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇതൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ ഡോക്ടറിനും നഴ്സിനും അപ്പുറം ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിന് മറ്റനേകം സാധ്യതകൾ ഉണ്ടെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോ എന്തായാലും ഞാൻ തയ്യാറാക്കിയ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്ത് നമുക്ക് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒന്ന് ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. കരിയർ ട്രെൻഡ്സ് ഇൻ ഹെൽത്ത് കെയർ സെക്ടർ, എന്തൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള പുതിയ കരിയർ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. അപ്പൊ ഈ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ ദാറ്റ് പ്രൊവൈഡ് എ മെഡിക്കൽ കെയർ ടു ഇൻഡിവിജ്വൽ ഓർ എ കമ്മ്യൂണിറ്റി. നമ്മൾ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്കോ നമ്മൾ മെഡിക്കൽ കെയർ കൊടുക്കുക അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ പറയുന്ന ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും 4ാമത് നിൽക്കുന്ന ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ, ജോലിയിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടർ എടുത്താലും എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലും റവന്യൂവിന്റെ കാര്യത്തിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എംപ്ലോയ്മെന്റിന്റെ അടുത്തും റവന്യൂവിന്റെ അടുത്തും ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സെക്ടർ കൂടിയാണ് ഹെൽത്ത് കെയർ സെക്ടർ. അപ്പൊ ഹെൽത്ത് കെയർ സെക്ടറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? അതായത് ഹെൽത്ത് കെയർ സെക്ടറിൽ ഹോസ്പിറ്റൽ ഉണ്ടാകും, മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാകും, ക്ലിനിക്കൽ ട്രേഡ്സ് ഉണ്ടാവും, ടെലിമെഡിസിൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, ബയോടെക്നോളജി ഉണ്ടാവും. നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സ് തുടങ്ങി സയന്റിസ്റ്റ് വരെ എത്തി നിൽക്കുന്ന നീണ്ട ലിസ്റ്റ് ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കാരണം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. ഇറ്റ്സ് ലൈക്ക് എ മെഷീൻ. ഓക്കെ, നമുക്ക് ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാവാം, റിപ്പയർ ചെയ്യപ്പെടാം. സോ ആ ഒരു സമയത്ത്
നമ്മൾ പെട്ടെന്ന് ആ കംപ്ലൈന്റ് ശരിയാക്കാനായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. ആ വർക്ക്ഷോപ്പാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഓരോ പാർട്ടിനും സ്പെഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് ഓരോ സ്പെഷ്യലൈസ് ഡോക്ടേഴ്സ് ഉണ്ടാവും, അതിന് വേണ്ടുന്ന ടീമുകൾ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഹാർട്ടിനാണെങ്കിൽ നമ്മൾ കാർഡിയോളജിയിലേക്ക് പോകും, അല്ലെങ്കിൽ ബ്രെയിനാണെങ്കിൽ നമ്മൾ ന്യൂറോളജിയിലേക്ക് പോകും, അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഗൈനക്കോളജിയിലേക്ക് പോകും. അപ്പൊ നമ്മൾ തന്നെ നിങ്ങളൊന്ന് ഇരുന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തോരം സ്പെഷ്യാലിറ്റികളാണ് ഒരു ഹെൽത്ത് കെയർ സെക്ടറിലുള്ളത്. അതുപോലെ തന്നെ ഈ മെഡിസിൻ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഫാർമസ്യൂട്ടിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫാർമസീസ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. ഇനി എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ റേഡിയോളജീസ് ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ് ഹെൽത്ത് കെയർ സെക്ടറിന്റെ ഒരു സാധ്യതകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏത് മേഖലയിലും നമുക്ക് പോയി പഠിക്കാം, ഏത് മേഖലയിലും നമുക്ക് തൊഴിൽ നേടാം. അതിനും അപ്പുറം നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എല്ലാ മേഖലകൾക്കും ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപ്ലോയീസിനെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് UK, USA, അതുപോലെ തന്നെ അറേബ്യൻ കൺട്രീസ്, നമ്മുടെ UAE, ദുബായ്, സൗദി മിനിസ്ട്രി ഒക്കെയാണ് കൂടുതൽ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഹെൽത്ത് കെയർ സെക്ടർ സ്റ്റാഫിനെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എന്തോരം സാധ്യതകളാണ് അല്ലെ. നമുക്ക് എക്കണോമിക്കലി ആയാലും നമുക്ക് പൈസ ഉണ്ടാക്കണം എന്ന ആഗ്രഹം മാത്രം പോരാ ഹെൽത്ത് കെയർ സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. പൈസ ഉണ്ടാക്കുക, അതോടൊപ്പം കൂടി തന്നെ സർവീസ് ആണ് പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് കഴിയണം. എന്താണ് നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഞാൻ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത് ഹെൽത്ത് കെയർ സെക്ടറിനെ ബാക്കിയുള്ള സെക്ടറിൽ നിന്നും യുണീക്ക് ആക്കി നിർത്തുന്ന, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിനെ ബാക്കിയുള്ള സെക്ടറിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന 5 പോയിന്റ്സ് എന്തൊക്കെയാണ്. അതൊന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഒന്ന് ക്ലിക്ക് ആയിട്ട് തുടങ്ങി, എന്താണ് സർ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ന്യൂമറസ് ഡൈവേഴ്സ് കരിയർ സ്പെഷ്യലൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് കരിയർ സ്പെഷ്യലൈസേഷൻ നമുക്കുണ്ട്, ഒത്തിരി സ്പെഷ്യലൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഡെന്റൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പെരിയോഡോണ്ടിക്സ്, കാർഡിയോളജി, ന്യൂറോളജി, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, ഫാർമസി, റേഡിയോളജി, ഇങ്ങനെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സെഷൻ പോരാ ഇതിന്റെ ഓരോ സ്പെഷ്യലൈസേഷനും പറഞ്ഞു വന്നാൽ. അത്രമാത്രം സാധ്യതകൾ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു സെക്ടറാണ്. ഈ രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ എക്സലന്റ് കരിയർ സ്റ്റെബിലിറ്റി ആൻഡ് സ്റ്റഡി ഏണിങ്സ്. നമുക്ക് ഒരു കരിയർ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇപ്പം ഞാനെന്ന വ്യക്തി ഹെൽത്ത് കെയർ സെക്ടർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ മറ്റുള്ളവർ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുന്ന സമയം വരെ ഞാൻ ആരോഗ്യ മേഖലയിൽ ഒരു ട്രെയിനറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. എൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിരിക്കും, അത് മാറാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സ്റ്റഡി ഏണിങ്സ് ഉണ്ടാവും, നമുക്ക് നല്ലൊരു സാലറി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നമുക്ക് എക്കണോമിക്കലി സെറ്റിൽ ആവാൻ, പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സെറ്റിൽ ആകാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് എംപ്ലോയി ബെനഫിറ്റ്സ്. നമ്മൾ ബാക്കിയുള്ള ഒരു സെക്ടറിനെ അപേക്ഷിച്ച് നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്താൽ, നമ്മൾ ഇന്ന് പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആകത്തില്ല നാളെ വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഒരു 3-4 മാസം മുൻപ് വരെ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു അസുഖം ഹോസ്പിറ്റലുകളിൽ ഇല്ല, അവർക്ക് വലിയ ഫെമിലിയർ അല്ല അത്. പക്ഷെ നോക്കേ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ എൻവയോൺമെന്റിലേക്ക് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ മൊത്തം എൻവയോൺമെന്റ് ഒന്ന് മാറിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനായാലും പുതിയ കാര്യങ്ങൾ പഠിക്കാനായാലും പറ്റിയ ഒരു എൻവയോൺമെന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് കിട്ടും, നല്ല രീതിയിൽ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് കിട്ടും. ചില ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ചില ഹെൽത്ത് കെയർ സെക്ടറൊക്കെ ഹെൽത്ത് കെയർ സ്റ്റാഫിന് തന്നെ അവർ ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അടുത്തത് ഹെൽപ്പിംഗ് ഔട്ട് പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലെ. നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മൾ അറിയപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്യാന്നാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞു ആ ഒരു കാര്യം. പക്ഷെ അതിനും അപ്പുറം സാധാരണ ഒരു വ്യക്തിക്ക് നമ്മൾ സർവീസ് ചെയ്യുന്നതിനും അപ്പുറം വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അല്ലെ. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾക്കാണ് സുഖമില്ലാതാകുന്നത്, ഒരു അസുഖം വരുന്നത്, നമ്മൾ അവരുടെ അടുത്തിരുന്ന് അവരെ ഒന്ന് പരിചരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അല്ലെ, അത് തന്നെയാണ് നമ്മൾ പബ്ലിക്കിനും കൊടുക്കുന്നത് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് പബ്ലിക്കിലേക്കും കമ്മ്യൂണിറ്റിയിലേക്കും ഒക്കെ ഇറങ്ങിച്ചെല്ലാൻ പറ്റിയ ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ. നമ്മളെ അങ്ങനെയാണ് ആൾക്കാർ അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഒരു കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു നിപ്പ വന്ന സമയത്ത് ലിനി എന്ന് പറയുന്ന ഒരു സിസ്റ്ററെ മറക്കത്തില്ല ഒരു മലയാളിയും.
നമ്മൾ ആരും മറക്കത്തില്ല. നമ്മൾ എപ്പോഴും നെഞ്ചിലേറ്റി ഇങ്ങനെ വെച്ചേക്കാണ് ആ ഒരു സിസ്റ്റർ ചെയ്ത ഒരു ആതുര സേവനം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സെക്ടറാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ. അഞ്ചാമത്തെ പോയിന്റിലേക്ക് നോക്കുക, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് റാപ്പിഡ് വർക്ക് എൻവയോൺമെന്റ്. അതായത് നമുക്ക് പുതിയ പുതിയ സാധ്യതകളിലേക്ക് പോകാം. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് എമർജൻസി മെഡിസിൻ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിനെ പറ്റി കേട്ടതും അതിൽ കുറച്ച് നാൾ പഠിക്കാമെന്ന് വിചാരിച്ചു ഒരു 8 മന്തിന്റെ കോഴ്സ് ചെയ്തതും. അപ്പൊ പുതിയ പുതിയ സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരും. നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ പുതിയ പുതിയ സാധ്യതകൾ നമ്മൾ അറിയാതെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ സാധ്യതകളിൽ നമുക്ക് പറ്റിയത് ഏതാണെന്ന് വീണ്ടും തിരഞ്ഞെടുത്ത് നമുക്ക് വീണ്ടും അത് പഠിച്ച് അതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് മറ്റുള്ള സെക്ടറിൽ നിന്നും നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിനെ വ്യത്യസ്തമാക്കുന്ന 5 കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലിട്ടേക്കുക. നമ്മൾ സെഷൻ കഴിയുന്നതിന് മുൻപ് ഒരു 15 മിനിറ്റ്സ് ടൈം തരാം. അപ്പൊ നമുക്ക് കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും കരിയർ സ്കോപ്പ് ഓഫ് ഹെൽത്ത് കെയർ സെക്ടർ. എന്തൊക്കെയാണ് ഹെൽത്ത് കെയർ സെക്ടറിന്റെ കരിയർ സ്കോപ്പ് എന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇൻക്രീസ്ഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഇൻക്രീസ്ഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഡേ ബൈ ഡേ, അതായത് ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആയുർവേദിക് തെറാപ്പി സെന്ററുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ ദിവസവും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഗവൺമെന്റും തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഫേംസ് നമുക്ക് ഇങ്ങനെ ഇൻഡസ്ട്രി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക, നമ്മളൊന്നും അറിയുന്നില്ല. കാരണം നിങ്ങളിൽ പലരും ചിലപ്പോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ കൈകാര്യം ചെയ്ത് അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഐഡിയ കാണത്തില്ല, പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ. അതുപോലെ തന്നെ ബെറ്റർ പേ ആൻഡ് ഇംപ്രൂവ്ഡ് ബെനിഫിറ്റ്സ്, അല്ലെ, നമുക്ക് നല്ലൊരു സാലറി കിട്ടും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത്, സാലറി അത്യാവശ്യം കുറവ് പോലെ തോന്നുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിന് പുറത്തേക്കും, പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് ഏരിയയിലേക്ക് പോയി, നോർത്തേൺ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാലറി ഏൺ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരവേ ഉള്ളൂ, ഡോക്ടേഴ്സും നഴ്സസും ആയിരിക്കും. എന്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. എന്റെ ഫ്രണ്ട്സ് തന്നെ, എന്റെ സീനിയർ ആയിട്ട് പഠിച്ച വ്യക്തികൾ തന്നെ UK-ലും അയർലൻഡിലും ഒക്കെ വർക്ക് ചെയ്ത് ലക്ഷങ്ങൾ മാസം സാലറി മേടിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതതിനൊരു തെളിവാണ്, അല്ലെ, നമുക്കൊരു ബെറ്റർ പേ, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബെനിഫിറ്റ്സുകളെല്ലാം കിട്ടും. സ്റ്റിമുലേഷൻ എൻവയോൺമെന്റ്, നമുക്ക് എൻവയോൺമെന്റ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. മെനി ഡിഫറെന്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണേ, നിങ്ങൾ ചിലർ, എനിക്ക് തോന്നുന്നു മൈക്ക് ഇപ്പോഴും അൺമ്യൂട്ട് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് സൗണ്ട് വന്നു കഴിഞ്ഞാൽ സെഷൻ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പൊ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഡിഫറെന്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏത് മേഖലയിൽ, നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിന്റെ ഏത് മേഖലയിലൂടെ കടന്നു പോയാലും നമുക്ക് വളരെ നല്ല രീതിയിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബയോടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്പീച്ച് തെറാപ്പിസ്റ്റ്, മസാജ് തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു സെക്ടർ കൂടിയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ, അത് ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളോട്. ഈ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ അതിനില്ല. മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ ചിലരുടെ സ്വപ്നമാണ് വിദേശത്ത് പോവുക, അവിടെ സെറ്റിൽ ആവുക ഫാമിലി ആയിട്ട്, അങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം ട്രാവൽ ചെയ്യാനായിട്ട് യാതൊരുവിധ ലിമിറ്റേഷൻസും, ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസും ഇല്ലാത്ത ഒരു സെക്ടർ കൂടിയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ, നമുക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടോ, നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സെക്ടർ കൂടിയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ. അതുപോലെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ ചില IT കമ്പനികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നിട്ടും ലാപ്ടോപ്പ് തുറന്നു വെച്ച് ഇങ്ങനെ കീപ്പ് ഓൺ വർക്കിംഗ് ആയിരിക്കും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഫേംസ് ഉണ്ട്. ഞാൻ ഒരു ഫേമിനെയും കുറ്റപ്പെടുത്തുകയല്ല, ദാറ്റ് അവരുടെ വർക്കിന്റെ ഒരു നേച്ചറാണ്. പക്ഷെ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡ്യൂട്ടി ടൈമിൽ മാത്രം നമ്മൾ അവിടെ പോവുക, നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് കൊടുത്ത് വർക്ക് ചെയ്യുക, തിരിച്ചു പോരുക. ബാക്കിയുള്ള ടൈം യു ക്യാൻ സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി. അപ്പൊ അത് ഒരു സെക്ടറിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്.
പിന്നെ ഓപ്പർച്യൂണിറ്റി ടു ഹെൽപ്പ് പീപ്പിൾസ്, നമുക്ക് ഒരുപാട് വ്യക്തികളെ സഹായിക്കാൻ, ഒരുപാട് ആൾക്കാർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫർ ചെയ്യാനുള്ള. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കുന്നത് പോലെയല്ല, അസുഖം വന്ന് ഒന്നും ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾക്ക് സഹായത്തിനായി നമ്മുടെ ഒരു കൈ കൊടുക്കുമ്പോൾ, അല്ലെ, അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ദൈവം പോലും അറിയാതെ നമ്മളിലേക്ക് ബ്ലെസ്സിങ്സ് തരും. അപ്പൊ ആ ഒരു കാര്യം ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു സെക്ടർ കൂടിയാണ് ഹെൽത്ത് കെയർ സെക്ടർ. നമുക്ക് ചാൻസസ് ടു ഹെൽപ്പ് അതേഴ്സ്, നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അത് തെളിയിക്കാൻ ഉള്ള ഒരു അവസരവും കൂടിയാണ് നമുക്ക് ഹെൽത്ത് കെയർ സെക്ടർ നമുക്ക് തരുന്നത്. ഇത് ഞാൻ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഏകദേശം ചില വളരെ ചുരുക്കം പേരുകൾ മാത്രമേ ഞാൻ സ്ലൈഡിൽ ഇട്ടിട്ടുള്ളൂ, കാരണം നമുക്ക് ടൈം ലിമിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം മെയിൻ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഹെൽത്ത് കെയർ സെക്ടർ ജോബുകളാണ്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ ആണ്, ഡോക്ടേഴ്സ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലർക്കും എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഡോക്ടർ ആവണം എന്ന് ആര് പറഞ്ഞു, അല്ലെ? നമുക്ക് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് ഡോക്ടർ നഴ്സും ഒന്നും ആവണ്ട, അതിനും അപ്പുറം കുറേ ജോലി സാധ്യതകൾ ഉള്ള ഒരു സെക്ടറാണ്. അപ്പോൾ ഫിസിഷ്യൻ, ഡോക്ടേഴ്സ്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. രജിസ്റ്റേർഡ് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഫീൽഡിലേക്ക് പോകാം, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് സ്പെഷ്യലൈസേഷനിലേക്ക് പോകാം. സർജന്മാരുണ്ട്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്. ഈ ഒക്കുപേഷണൽ തെറാപ്പിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഇൻഡസ്ട്രിയൽ മെഡിക്കൽ സെക്ടറിലേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റും. ഭയങ്കര സാലറിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇൻഡസ്ട്രിയൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് തന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നത് നല്ലൊരു എമൗണ്ട് സാലറിയാണ്. അതുപോലെ സ്പീച്ച് തെറാപ്പിസ്റ്റ്, അല്ല ഒപ്റ്റോമെട്രിസ്റ്റ്, ഓക്കെ, അതുപോലെ തന്നെ മസാജ് തെറാപ്പിസ്റ്റ്, പിന്നെ ബാക്കി സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബ് ടെക്നീഷ്യന്മാര്, അതുപോലെ തന്നെ നമ്മുടെ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഡൈവേഴ്സിഫൈഡ് ആണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നി ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ ചുമ്മാതെ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളൊരു ഹെൽത്ത് കെയർ സെക്ടർ എടുത്താൽ എന്തോരം വേക്കൻസികളാണ്, അല്ലെങ്കിൽ എന്തോരം സ്പെഷ്യാലിറ്റീസ് ആണ് അതിനകത്തുള്ളത്, അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ, ഞാൻ ഈ പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. എത്ര സ്പെഷ്യാലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ ആ ഭാഗത്തിനൊക്കെ സ്പെഷ്യാലിറ്റികൾ കിടക്കുക. അത് കൂടാതെയോ, ഇതൊന്നും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അണിയറയിൽ പ്രവർത്തിക്കുന്ന വേറെ കുറെ കാര്യങ്ങളും ഉണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത ചില മെയിൻ ഹെൽത്ത് കെയർ ജോബ്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്, പുസ്തകങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കുറെ കൂടി ബെറ്റർ ജോബ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ തുടക്കം മുതൽ നിങ്ങളോട് പറയുന്നുണ്ട് ഹെൽത്ത് കെയർ സെക്ടർ കരിയർ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട്? എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ചുമ്മാതെ ഞാനങ്ങ് പറഞ്ഞതല്ല. ഹെൽത്ത് കെയർ സെക്ടറിന് ഒരുപാട് വേക്കൻസി ഉണ്ട് എന്ന് ഞാൻ തുടക്കം മുതൽ പറയുന്നത് വെറുതെ അല്ല. ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ്. അത് പ്രൂവ് ചെയ്ത ഒരു കണ്ടന്റ് ആണ്, അത് പ്രൂവ് ചെയ്ത ഒരു മാറ്റർ ആണ്. നോക്കിയേ, അതിൽ ഞാൻ ഇവിടെ ആദ്യം പറയുന്നുണ്ട്, India is a land full of opportunities for players in the medical device industries. India healthcare industries is one of the fastest growing sectors and is expected to reach 280 billion by 2020. അതായത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സെക്ടറാണ്. 2020 ആകുമ്പോഴേക്കും, അതായത് ഈ ഒരു വർഷം ആകുമ്പോഴേക്കും 280 ബില്യൺസ് റീച്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2017 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ 4th ലാർജസ്റ്റ് എംപ്ലോയർ ആണ്. അതായത് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറഞ്ഞാൽ 4th ലാർജസ്റ്റ് എംപ്ലോയർ ആണ്. ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓഡിയൻസിന്റെ വിഷ്ണു സർ മ്യൂട്ടാണ്. വിഷ്ണു സർ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കണം.
സർ ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെയാണ് സാർ, തുടർന്നോളൂ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹെൽത്ത് കെയർ സെക്ടർ, അതായത് ഇറ്റ് ഈസ് എ ലാർജ് സെക്ടർ ഇൻ ടേംസ് ഓഫ് റവന്യൂ ആൻഡ് എംപ്ലോയി. റവന്യൂവിന്റെ കാര്യത്തിലും എംപ്ലോയിയുടെ കാര്യത്തിലും എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലും ഏറ്റവും വലിയൊരു സെക്ടറാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ. അതുകൊണ്ടാണല്ലോ നമ്മൾ 4th റാങ്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹെൽത്ത് കെയർ സെക്ടർ ഇങ്ങനെ റാപ്പിഡ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക്കിലേക്കും അതുപോലെ തന്നെ അല്ലെ കമ്മ്യൂണിറ്റിയിലേക്കും സൊസൈറ്റിയിലേക്കും ഒക്കെ ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ജോബ് സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരുവിധ സംശയങ്ങളും ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുക, ജൂൺ 14 ഒരു സെക്ഷൻ ലൈഫ് ടു സ്മൈലിൽ വെച്ചായിരുന്നല്ലോ, അപ്പൊ അതിൽ പറഞ്ഞു ഒരു ജോബ് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ അത്രയും ഒരു ട്രെൻഡ്സ് ഉള്ള ഒരു സെക്ടർ ആണെന്ന് പറഞ്ഞു, എന്നിട്ട് എന്താ കിട്ടാനെന്ന് ചോദിച്ചോളൂ. ഒരു കുഴപ്പമില്ല, കാരണം അത്രയും ധൈര്യമായിട്ട് ഞാൻ പറയുകയാണ്, ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഏത് സ്പെഷ്യലൈസേഷനിൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റാങ്കിങ് സിസ്റ്റം തന്നെ നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ സെക്ടറിൽ നമ്മുടെ ഗവൺമെന്റ് തന്നെ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് Government of India aim to increase healthcare spending to 3% of GDP by 2022 ആകുമ്പോഴത്തേക്ക് GDP-യുടെ തന്നെ 3% ഉയർത്തി ഹെൽത്ത് കെയർ സെക്ടറിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ 2020 ആയി, 2 ഇയേഴ്സും കൂടെ കഴിയുമ്പോൾ GDP-യുടെ തന്നെ 3% ഹെൽത്ത് കെയർ സെക്ടറിന്റെ ആ ഒരു എംപ്ലോയ്മെന്റ് ചാൻസും കാര്യങ്ങളെല്ലാം കൂടി വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിന്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയാനായിട്ട് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ കേട്ട് കാണും, ഇന്ത്യയും നമ്മുടെ ക്യൂബയുമായിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെയും ക്യൂബയുടെയും മെഡിക്കൽ ഫെസിലിറ്റി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുപോകാനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ് കൂട്ടാനും വേണ്ടിയിട്ട് ഇന്ത്യയും ക്യൂബയുമായിട്ടൊരു MOU സൈൻ ചെയ്തു. അപ്പൊ അതൊക്കെ എന്താ മീൻ ചെയ്യുന്നത്? ഇനി വരുന്ന കാലങ്ങളിൽ 2022, 2023 ഒക്കെ അങ്ങോട്ട് ആകുമ്പോഴേക്കും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ വിശാലമായിട്ടുണ്ടാവും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിന്റെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻ ഫ്യൂച്ചറിൽ ഒന്ന് തിരിഞ്ഞു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന, നമ്മുടെ തലവര തെളിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടർ. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ആണ് ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഓഗസ്റ്റ് 2018 നമ്മുടെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട്, ആയുഷ്മാൻ ഭാരത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പബ്ലിക്കിന്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 2018 നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തൊരു പ്രോജക്റ്റ് ആണത്. അപ്പം ഈ പ്രോജക്റ്റുകളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല? അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ നമുക്ക് വർക്ക് ചെയ്തൂടെ? അതെന്താണ് ഹെൽത്ത് കെയർ സെക്ടർ അല്ല എന്ന് പറയുന്നുണ്ട് ആരെങ്കിലും? അത് ഹെൽത്ത് കെയർ സെക്ടർ അല്ലേ? നമുക്ക് PHC വർക്ക് ചെയ്തൂടെ? പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിൽ വർക്ക് ചെയ്യാമല്ലോ, നമുക്ക് ESI വർക്ക് ചെയ്യാമല്ലോ, അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനുള്ളിൽ മാത്രമല്ല നമ്മുടെ ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടർ ഒതുങ്ങി നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ കാണുന്ന ഹോസ്പിറ്റലിനുള്ളിൽ, നമ്മൾ ഈ കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനുള്ളിൽ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു മേഖലയല്ല ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അതിന് പുറത്ത് ആരോഗ്യ മേഖലയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്ത്യൻ ഹെൽത്ത് കെയർ ടൂറിസം തന്നെ നമുക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് വിദേശികളെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ അതിന്റെ ഒരു ഹാർഡ് പോയിന്റ് എന്ന് പറയുന്നത്
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സെറ്റപ്പ് ആണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത് അവിടെ പോയി പറയുന്നുണ്ടല്ലോ, ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞാൽ എന്താണ്. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് വന്ന ഏതോ ഫോറിൻ കൺട്രിയിൽ പബ്ലിഷ് ചെയ്തൊരു മാഗസിനിൽ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീമതി ശൈലജ ടീച്ചറിന്റെ ഒരു ഫോട്ടോ വന്നിരുന്നു. അതൊക്കെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഹെൽത്ത് കെയർ സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രൗഡ് മൊമെന്റിൽ ഒന്നാണ് അതെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങളിൽ യാതൊരു സംശയമില്ല നമുക്ക് ബെസ്റ്റ് കരിയർ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി തരാൻ പറ്റുന്ന ഒരു സെക്ടർ തന്നെയാണ് ഹെൽത്ത് കെയർ സെക്ടർ എന്നുള്ളതിന് യാതൊരുവിധ സംശയങ്ങളും വേണ്ട. അപ്പൊ നിങ്ങൾ ഇന്നു മുതൽ ഇത് കേൾക്കുന്ന, എനിക്ക് തോന്നുന്നു ഒരുവിധം മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്, ഒരുവിധം മെഡിക്കൽ സ്റ്റുഡൻസ് ആകാൻ ശ്രമിക്കുന്നവരുണ്ട്. മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന MBBS എടുത്ത് ഡോക്ടറായി പോകുന്നവരെ മാത്രം ഉദ്ദേശിച്ചല്ല കേട്ടോ. മെഡിക്കൽ സെക്ടറിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിന്റെ ഏത് ഫീൽഡിലൂടെ തിരിയാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ ഈ സെഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഇരിഞ്ഞ് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് ഡൈവേഴ്സ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡിലൂടെ ഹെൽത്ത് കെയർ സെക്ടറിന്റെ ഏതൊക്കെ ഏരിയയിലൂടെ നിങ്ങളൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് വളരെ സക്സസ് ആയിട്ടൊന്ന് സെറ്റിൽ ആവാൻ പറ്റും, നമുക്ക് ഒരു സ്വന്തം സ്റ്റാൻഡിൽ ഒന്ന് നിൽക്കാൻ പറ്റും എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പ്രസന്റേഷനിൽ വളരെ കുറച്ച് സ്ലൈഡ് ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം കുറച്ച് ടൈമല്ലേ നമുക്കുള്ളൂ. അപ്പൊ അത്രയും മാത്രം സ്ലൈഡേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഡെഡിക്കേഷൻ വേണ്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഈ പറയുന്ന ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ സാലറി മാത്രം പ്രതീക്ഷിച്ച് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ചെന്ന് തലവെച്ച് കൊടുക്കരുത്. ഉറപ്പാണ് നമുക്ക് സാലറി ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന വർക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും നല്ലതാണെങ്കിൽ സാലറിയും അതുപോലെ തന്നെ നമ്മുടെ പൊസിഷൻസും എല്ലാം നമ്മളെ തേടി ഇങ്ങോട്ട് വരും. നമ്മൾ ഒന്നിനും പുറകെ അങ്ങോട്ട് പോകണ്ട. അതാണ് ഹെൽത്ത് കെയർ സെക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാല് നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ട് അവിടെ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് കേട്ടോ. കാരണം ഹെൽത്ത് കെയർ സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹെൽത്ത് കെയർ സെക്ടറിൽ ആയത് കൊണ്ടോ അല്ല ഞാനിത് പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വ്യക്തി വന്നിട്ട് ആ ഒരു സെക്ടറിന്റെ മേന്മകൾ പറയുമായിരിക്കും, കാരണം അവര് എക്സ്പേർട്ട് അതിനകത്താണ്. ഞാൻ എക്സ്പേർട്ട് ഈ ഹെൽത്ത് കെയർ സെക്ടറിലാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഞാൻ ഒതുക്കി തീർക്കുന്നതല്ല. ഈ കൊറോണ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതും വായിച്ചതും നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാവരുടെ സ്റ്റാറ്റസിലൊക്കെ ഉണ്ടായത് ബിഗ് സല്യൂട്ട് ടു ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞിട്ട്, അല്ലെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അല്ലെങ്കിൽ കൊറോണ വാരിയേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ അവരെ ഇങ്ങനെ എന്താ പറയാ, അവര് വാനോളം പുകഴ്ത്തിക്കൊണ്ട് പോയി. അപ്പം നാളെ നമ്മളും അതിലൊരു ഭാഗമാകണം, നമുക്കും അതിലൊരു ഭാഗമാകാൻ കഴിയും എന്നാണ് എന്ത് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത്. അപ്പം നോക്കിക്കേ, എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾക്കും ആൾക്കാർക്ക് വേണ്ടി നല്ലത് ചെയ്യണം, എനിക്കും വേദനിക്കുന്ന ഹൃദയങ്ങളോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ എനിക്കും സുഖമില്ലാതെ വരുന്ന ഒരാളുടെ കൂടെ നിന്ന് അയാളെ ശുശ്രൂഷിക്കണം, അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, അതിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറും നഴ്സും ആയാൽ മാത്രമല്ല കേട്ടോ നിങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ആ ഒരു ഹെൽത്ത് കെയർ ടീമിൽ ഉള്ളതാണ്. ഇറ്റ്സ് എ ടീം ഓഫ് 100 പീപ്പിൾസ്, 100 more പീപ്പിൾസ്. ഓക്കെ, 100-ലധികം ആൾക്കാരുടെ ഒരു ടീമിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് യാതൊരുവിധ മടിയും വേണ്ട, ഒന്നും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാനൊന്നുമില്ല. ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും, നമ്മൾ യാതൊരു സംശയവും കൂടാതെ. അതുപോലെ ഈ ഒരു സെഷൻ കൊണ്ട് ഒതുങ്ങി പോകരുത് നിങ്ങളുടെ ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സെഷൻ കൊണ്ട് ഒതുങ്ങി പോകരുത്. ഇതിനും അപ്പുറം ഇനിയും നെറ്റ് റെഫറൻസ് ചെയ്യുക. ഹെൽത്ത് കെയർ സെക്ടറിനെ പറ്റിയിട്ട് ഈ സാറ് പറഞ്ഞൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നെറ്റ് റെഫറൻസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അതിനുള്ള പുസ്തകങ്ങൾ കിട്ടും, നമ്മൾ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടും ആരോഗ്യ മേഖലയിലേക്ക് ഇറങ്ങാൻ നമുക്കൊരു മനസ്സുണ്ടാകും. നമ്മൾ അതിനുവേണ്ടി പിന്നെ പ്രയത്നിക്കും, നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലും കേട്ടോ. അപ്പം എല്ലാവരും ആരോഗ്യ മേഖലയിലേക്ക് എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മുടെ ഒരു സെഷൻസ് കൊണ്ട് ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെ. അതിനൊരു ടേസ്റ്റ് ഉണ്ടാവണം. അതായത്
അതിനൊരു ഒരു 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 രുചി വേണം. നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും, ഇപ്പൊ ബിരിയാണി ഇഷ്ടമില്ലാത്ത ഒരാളെടുത്ത് നമ്മൾ ബിരിയാണി കൊണ്ടുവച്ചിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ 2 അടിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കഴിക്കില്ല, അയാൾ വലിച്ചെറിയത്തേ ഉള്ളൂ. സോ അതേപോലെ ആയിപ്പോ ഹെൽത്ത് കെയർ സെക്ടർ ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുമ്പിലേക്ക് നമ്മൾ അയാളെ ഉന്തിത്തള്ളി നഴ്സിങ്ങിനോ അല്ലെങ്കിൽ MBBS പറഞ്ഞു വിട്ടാൽ വെറുതെയാണ്, ചുമ്മാ നമ്മുടെ പൈസ പോകും. പുള്ളി തോറ്റ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, കാരണം പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഇഷ്ടമാണ് ഓരോ സെക്ടറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇഷ്ടം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സെക്ടറിനെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം, കൂടുതൽ മനസ്സിലാക്കണം, കൂടുതൽ സ്നേഹിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ സെക്ടറിൽ, ഈ ഹെൽത്ത് സെക്ടർ എന്തുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്, +2 കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം ഒരു ടീച്ചിങ് ഫീൽഡ് ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് BEd എടുത്തില്ല? അപ്പൊ ഞാൻ ആലോചിച്ചു, ഹെൽത്ത് കെയർ സെക്ടറിലൂടെ പോയിട്ട് ഒരു ടീച്ചർ ആയിക്കൂടെ? അതാണ് എന്റെ മനസ്സിൽ അപ്പൊ വന്നത്. ഹെൽത്ത് കെയർ സെക്ടറിലൂടെ അപ്പൊ എനിക്ക് ടീച്ചിങ് ഇല്ലെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ടീച്ചിങ് സൈഡിൽ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ, എനിക്ക് ധൈര്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്ത് അവിടുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അല്ല, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡൈവേഴ്സിഫൈഡ് എന്ന് ഞാൻ പറഞ്ഞത് എത്ര ശരിയാണ്. ടീച്ചിങ് പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് ഹെൽത്ത് കെയറിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിലെല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ രീതിയിലെല്ലാം നമുക്ക് ഫ്യൂച്ചർ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണ് ഈ പറയുന്ന ഹെൽത്ത് കെയർ. അപ്പൊ അതിലേക്കുള്ളൊരു ഇഷ്ടം ഉണ്ടാവണം. അപ്പൊ ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാ കുട്ടികളും എല്ലാവരും തന്നെ ഇന്ന് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നത് അല്ല, പതുക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഹെൽത്ത് കെയർ സെക്ടറിനെ കൂടുതൽ മനസ്സിലാക്കാൻ നോക്കുക. നമ്മൾ വിചാരിക്കുക അയ്യോ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല, അപ്പൊ ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? എല്ലാ കോഴ്സുകൾക്കൊന്നും അത്രയും ഒരു എമൗണ്ട് ഒന്നും ആവുന്നില്ല. അതനുസരിച്ച് നമുക്ക് പറ്റുന്ന പാക്കേജുകളിലുള്ള ഒരുപാട് കോഴ്സുകൾ മെഡിക്കൽ സെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഉറപ്പാണ്. ഓക്കെ, ഇനി എല്ലാവരും കുത്തിയിരുന്നിട്ട്, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലൈഫ് ടു സ്മൈലിന്റെ സെഷൻ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു 80% എംപ്ലോയീസ് ഫില്ലായി കാണും. ഒരു 80% എംപ്ലോയീസ് അപ്പൊ തന്നെ ഫില്ലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇർഫാത്ത് സാർ കൂടെ കേട്ടോണം കേട്ടോ, ഒരു 80% എംപ്ലോയീസ് അപ്പൊ തന്നെ ഫില്ലായിട്ടുണ്ട് സാർ. അപ്പൊ നിങ്ങളിലേക്ക് മാത്രം നിൽക്കരുത് ഈ ഒരു സെഷൻ. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് മക്കളെ. കാരണം നമ്മൾ എന്ത് കാര്യം നമ്മൾ അറിഞ്ഞാലും മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക, അവിടെയാണ് നിങ്ങളുടെ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയും കൂടെ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ സെഷൻ കേട്ട് നിങ്ങളിലേക്ക് ഒതുക്കാതെ വെക്കുക. നിങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും പറയുക, ഇങ്ങനെ ഒരു ലൈഫ് ടു സ്മൈൽ എന്ന് പറയുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ തന്നിരുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നത് ഈ ഒരു ചാനൽ അല്ലേ, ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ. അപ്പം ലൈഫ് ടു സ്മൈൽ എന്ന് പറയുന്ന ഒരു അതിന് അവരുടെ ഒരു പ്ലാറ്റ്ഫോമിനും എന്തുണ്ടാവും? ഗ്രോത്ത് ഉണ്ടാവും. പിന്നെന്താ, നിങ്ങൾക്ക് അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലൂടെ തന്നെ ഒരുപാട് വ്യക്തികള് ആരോഗ്യ മേഖലയിലേക്ക് വരും അല്ലെ. നമ്മൾ തന്നെ ആരോഗ്യമായിട്ടിരിക്കണം ആദ്യം അല്ലെ. എന്തുകൊണ്ടാണ് പിന്നെ ആരോഗ്യ മേഖലയിൽ ഞാൻ ഇത്രയും ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞാല്, നമ്മുടെ ശരീരത്തെ പറ്റിയല്ലേ നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് പറ്റുന്ന അസുഖങ്ങളെ പറ്റിയല്ലേ നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് പറ്റുന്ന എന്താ പറയാ പ്രോബ്ലംസിനെ പറ്റിയല്ലേ നമ്മൾ പഠിക്കുന്നത്. അതെന്ത് രസമാണ് പഠിക്കാനായിട്ട് അല്ലെ. നമുക്ക് തന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് തന്നെ ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് തന്നെ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു എഞ്ചിനീയറായി, നമ്മളൊരു ടീച്ചറായി മാത്രം ഇരുന്നാൽ അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് കിടന്നു പോയാൽ ഒരു കൈ സഹായം നമുക്ക് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ടാബ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫീൽഡ് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ. ഓക്കെ, അപ്പം സെഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം അത് കേട്ട് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്സ് അല്ലേ അത്. നമ്മൾ പരസ്യത്തിനും അപ്പുറം ആ പ്രോഡക്റ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് ആ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ അറിയുന്നത്. അതുപോലെ ഈ ഒരു സെഷനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഹെൽത്ത് കെയർ സെക്ടർ ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർക്കും അനിയന്മാർക്കും വീട്ടിൽ 10-ലൊക്കെ പഠിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവരെയും നമുക്ക് +2 ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ലെവലിലേക്ക്, +2 കഴിഞ്ഞ് ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ ഇപ്പോഴേ അവരിൽ നമ്മൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക ഹെൽത്ത് കെയർ സെക്ടറിന്റെ ഒരു ടേസ്റ്റ്. Only Vishnu sir, wonderful. Yes, thank you for wonderful session. Thank you for wonderful session. Thank you so much. വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരുപാട് കുട്ടികളുടെ മുഖത്ത് അത് കാണാനും പറ്റുന്നുണ്ട്, നല്ല സന്തോഷം കാണാൻ പറ്റുന്നുണ്ട്. ദെൻ